സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും നല്ല വ്യക്തി ആരാണ്? ബൈബിളിൽ പറയൂ. മുഴങ്കാലിലുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ ദാനിയേലിനെ ഓർമ്മ വരും. എന്താണ്? ദാനിയേൽ മുൻപ് ചെയ്തിരുന്നത് പോലെ ദിവസം 3 നേരം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമായിരുന്നു. നാം ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കും, അല്ലയോ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴും പറയുമ്പോഴും. എന്നാൽ ആര് ചോദിച്ചില്ലെങ്കിലും, ആര് കണ്ടാലും കണ്ടില്ല എങ്കിലും യൗവനപ്രായം മുതൽ ദിവസവും 3 നേരം ശ്രദ്ധിക്കുമോ? നമുക്ക് ദാഹം വരുമ്പോൾ, ദാഹമുണ്ടാകുന്ന വെള്ളം കുടിക്കുവാൻ വേണ്ടി തോന്നും. വിശപ്പുണ്ടാകുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കഴിക്കുവാൻ വേണ്ടി നമുക്ക് തോന്നും. അതുപോലെ ഒരു പ്രത്യേക സമയം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കണം, ഇത് പ്രാർത്ഥനാ സമയമാണ് എന്ന് എന്തുകൊണ്ടാണ് തോന്നാത്തത്? അയ്യോ, ഇന്ന് രാവിലെ മുതൽ ഇതുവരെ പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ട് മനസ്സ് വളരെ വിഷമമാണ്, വളരെ അസ്വസ്ഥമായിരിക്കുന്നു, അയ്യോ ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നുപോയി. അങ്ങനെ എന്തുകൊണ്ടാണ് ഓർമ്മിക്കാത്തത്? ഓർമ്മിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാത്തത്? ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുമ്പോൾ അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൂടുതൽ നിങ്ങൾ കഴിക്കുമല്ലോ. അതുപോലെ അയ്യോ ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കൂടുതൽ സമയം അല്പം കൂടി പ്രാർത്ഥിക്കത്തില്ലേ? എന്താണ്? മെല്ലെ 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 എഴുന്നേറ്റ് ഒരു തീരുമാനമെടുക്കാറുണ്ട്. ജനുവരി 1-ാം തീയതി ആകട്ടെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രത്യേക കൺവെൻഷൻ പ്രസംഗത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും എന്ന് തീരുമാനമെടുക്കും. അത് 3-4 ദിവസത്തേക്ക് മാത്രം. പിന്നെ എന്ത് ചെയ്യും? പതിയെ പതിയെ അത് മറന്നുപോകും. ഇടയ്ക്കിടയ്ക്ക് മാത്രം പ്രാർത്ഥിക്കും. ഒരു ദിവസം ചെയ്യും, മറു ദിവസം പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെല്ലെ ആ പഴയ ജീവിതത്തിലേക്ക് തന്നെ മാറിപ്പോകും. പ്രാർത്ഥന ചെയ്യുവാൻ നമുക്ക് തോന്നണം. പ്രാർത്ഥന ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥന ചെയ്യാൻ തോന്നും. ഒരു മദ്യപാനിയെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം ചാരായം കുടിച്ചാൽ വീണ്ടും എന്താണ് അവന് തോന്നുന്നത്? എന്താണ്? പറയൂ. ഒരു ദിവസം നിങ്ങൾ ചോറ് കഴിച്ചെന്ന് വിചാരിക്കുക, വീണ്ടും കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുമല്ലോ. നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് കുടിക്കുന്നു, നല്ല ദാഹമുണ്ടായിരിക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ അത് കുടിക്കുമോ ഇല്ലയോ? പഴയ കാലത്താണെങ്കിൽ വലിയ പാത്രം എടുത്തിട്ട് വായിലേക്ക് ഡയറക്റ്റ് കമഴ്ത്തി കുടിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആളുകൾ എന്താണ് ചെയ്യുന്നത്? പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ പിടിച്ചിട്ട് വെള്ളം കുടിക്കുന്നു. അതുകൊണ്ടാണ് പകുതി അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. എല്ലാവരും പ്ലാസ്റ്റിക് ബോട്ടിലാണ് കുടിക്കുന്നത്. ഇപ്പോൾ പറയുന്നു ചെമ്പ് പാത്രങ്ങൾ നിങ്ങൾ വെള്ളം കുടിക്കണം. ചെമ്പ്, ഗ്ലാസും ഫ്ലാസ്കും ഒക്കെ ഇപ്പോൾ വിൽക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴാണ് ആളുകൾക്ക് ആ കാര്യമൊക്കെ മനസ്സിലായത്, എന്താണ് ചെമ്പ് ഉപയോഗിക്കണം എന്നുള്ള കാര്യം. ചെമ്പുകുടമാണ് നല്ലത്, അതിനേക്കാൾ നല്ലതാണ് മൺകുടം എന്ന്. മൺകുടത്തിൽ എല്ലാം ശുദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ നാം എന്ത് ചെയ്യും? എല്ലാത്തിനും ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൽ ആ അണുക്കളൊന്നും ചാകാതെ തന്നെ അങ്ങനെ അവശേഷിക്കും. നിങ്ങൾ ശ്രദ്ധിക്കൂ, ചാരായം കുടിക്കുന്ന ആളുകൾ വയർ നിറച്ചു കുടിക്കും. എത്രമാത്രം കുടിക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ അവശേഷിക്കുന്ന പണം തീരുന്നത് വരെ. അവസാനം കണ്ണ് അടച്ച് താഴെ വീഴുന്ന ഒരു ലെവലിൽ വരെ കുടിക്കാനിടയും. വീണ്ടും കുപ്പിയിൽ ബാലൻസ് കാണും. പോട്ടെ, അത്രമാത്രം മദ്യം കുടിച്ചതിന് ശേഷം ഒരു 3-4 മണിക്കൂർ എത്രമാത്രം അതിൻ്റെ മത്തുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ ചില ആളുകൾക്ക് അവർ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ അവരുടെ ആഗ്രഹം എന്താണ്? പറയൂ. പിന്നെയും കുടിക്കണം, പിന്നെയും കുടിക്കണം. എന്നാൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥന ചെയ്യുന്നവർക്ക് പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയതിനു ശേഷം വീണ്ടും എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുവാൻ തോന്നാത്തത്? ഇന്ന് അനേകം ആളുകൾക്ക് പ്രാർത്ഥനയിൽ കൂടിയുള്ള ആത്മബലം അറിയുവാൻ കഴിയുന്നില്ല. എൻ്റെ 50 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കൂടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെ പറഞ്ഞാൽ ഒരിക്കലും അത് തീരുകയില്ല. അത് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വിഷയങ്ങൾ ആണ്. ഓരോ ദിവസവും നോക്കുകയാണെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു അത്ഭുത കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ എങ്ങനെ പോകുമെന്ന് വിചാരിച്ച സന്ദർഭങ്ങളിൽ ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്തു നടത്തുന്നു, വൻ കാര്യങ്ങൾ ചെയ്യുന്നു. പ്രാർത്ഥന ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമായി മാറുന്നു. വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കാനിടയായി. യൗവനപ്രായം മുതൽ 6-ാം അധ്യായത്തിൽ വരുമ്പോഴേക്ക് 89 വയസ്സാണ് ദാനിയേലിന്. വാർദ്ധക്യ സമയത്ത് പോലും മുഴങ്കാലിൽ ഇരുന്ന് ദാനിയേൽ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുകയാണെങ്കിൽ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളയുമെന്ന് പറഞ്ഞു, എങ്കിലും അവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചാൽ പണം കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചാൽ പ്രൊമോഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുകയാണെങ്കിൽ അനുഗ്രഹം വരുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളയുമെന്ന് പറഞ്ഞു, അപ്പോഴും പതിവ് പോലെ തന്നെ പ്രാർത്ഥിച്ചു. രാജഭൃത്യന്മാർ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി എന്തു ചെയ്തു? സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടു. 6:16 വായിക്കാം. അങ്ങനെ രാജാവിൻ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം
നിന്നെ രക്ഷിക്കും എന്ന് അന്യനായ ഒരു രാജാവ് പറയുകയാണ്. അവിടെ കുബുദ്ധിയോടുകൂടിയാണ് രാജാവ് ആജ്ഞ പുറപ്പെടുവിച്ചത്. ആ വക്രത നിറഞ്ഞ രാജാവിൻ്റെ ആജ്ഞ ആർക്കും മാറ്റുവാൻ കഴിയില്ല എന്ന് രാജാവിൻ്റെ കൂടെയുണ്ടായിരുന്ന എല്ലാവരും നിർബന്ധിച്ചിട്ട് ആ ആജ്ഞ രാജാവ് റദ്ദു ചെയ്തില്ല. അതുകൊണ്ട് ദാനിയേൽ സത്യസന്ധനാണെന്ന് അറിഞ്ഞിട്ടും സിംഹങ്ങളുടെ ഗുഹയിൽ എറിയുവാനിടയായി. ആ രാത്രി മുഴുവൻ ദാനിയേലിന് ഉറക്കം വന്നില്ലയോ? രാജാവിനാണോ ഉറക്കം വരാഞ്ഞത്? ദാനിയേലിനാണോ ഉറക്കം വരാഞ്ഞത്? എന്താണ്? നമുക്ക് ഭാരമുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. പ്രാർത്ഥന ചെയ്താൽ നമുക്ക് നല്ലോണം ഉറക്കം വരും. നോക്കൂ, പത്രോസിനെ പിടിച്ചിട്ട് കാരാഗൃഹത്തിൽ അടച്ചു. അപ്പോൾ തന്നെ യാക്കോബിൻ്റെ തല അറുത്തെടുക്കുവാൻ ഇടയായി. ഇത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ അവർ പത്രോസിനെയും പിടിച്ചിട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കുവാൻ ഇടയായി. അടുത്ത ദിവസം അവനെയും ശിരച്ഛേദം ചെയ്യുന്നതിന് വേണ്ടി കാരാഗൃഹത്തിൽ അടച്ചു. അപ്പോൾ ഈ രാത്രി കാരാഗൃഹത്തിലായിരിക്കുന്നു. അടുത്ത ദിവസം അവൻ്റെ തല അറുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉറക്കം വരാനിടയാകുമോ? നാളെ എക്സാം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഉറക്കം വരില്ല. നാളെ കല്യാണമെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഉറക്കം വരില്ല. ഭയമാണ് കല്യാണമെന്ന് പറഞ്ഞാൽ. എന്താണ്, ഈ കാലത്ത് കല്യാണത്തെയും ഭയപ്പെടുന്ന യൗവനക്കാരുണ്ട്. നാളെ പ്രസവമാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഭയമാണ് ആളുകൾക്ക്. അയ്യോ, ഡോക്ടർ നാളത്തേക്കാണ് ഡേറ്റ് തന്നിരിക്കുന്നത്, ഇന്ന് എനിക്ക് ഭയമാകുന്നു. അയ്യോ, എന്തായിത്തീരും എന്നുള്ളതായ ഭയം. ഇവിടെ നോക്കൂ, നാളെ അവൻ്റെ തല പോകുമെന്നറിഞ്ഞിട്ടും ഇന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണോ അല്ലയോ? കാരാഗൃഹത്തിൽ ദൂതൻ വന്നവനെ തട്ടി എഴുന്നേൽപ്പിച്ചു എന്നാണ്. എന്താണ്? സുഖമായിട്ടുറങ്ങുകയാണ്. എൻ്റെ ജീവിതത്തിൽ സകലതും ക്രിസ്തുവാണ്. പ്രാർത്ഥിക്കുന്നതായ വ്യക്തി പ്രാർത്ഥിക്കുന്നതായ സമയത്ത് വളരെ ഉത്സാഹത്തോടെ, ഉണർവോടുകൂടി, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ ഇടയാകും. ആമേൻ പറഞ്ഞതിന് ശേഷം ഇനി ഒരു ഭാരവുമില്ലാത്തത് കൊണ്ട് സുഖമായി കിടന്നുറങ്ങും. എന്താണ്? നിന്റെ ഭാരം യഹോവയിൽ സമർപ്പിക്കുക, അവൻ നിന്നെ പുലർത്തും. എന്താണ്? അന്യായമായി ഇവനെ പിടിച്ചതുകൊണ്ട് ആ രാജാവിനന്ന് ഉറക്കം വന്നില്ല. എന്താണ്? അതിരാവിലെ തന്നെ എഴുന്നേറ്റ് അവിടേക്ക് രാജാവ് വന്നു. വായിക്കാം 20-ാം വാക്യം. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടുകൂടി ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. നോക്ക്, പ്രാർത്ഥിക്കുന്ന വ്യക്തി ആരാണെന്നാണ് വിചാരിക്കുന്നത്? ജീവനുള്ള ദൈവത്തിന്റെ ദാസൻ. സാധാരണ ദൈവത്തിന്റെ ദാസൻ അല്ല. ദാനിയേൽ എങ്ങനെയുള്ള ദൈവത്തിന്റെ ദാസനാണ്? ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്നു ചോദിച്ചു. ദാനിയേല് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു അവയുടെ വായടച്ചു കളഞ്ഞു. ദാനിയേലാണോ സിംഹത്തിന്റെ വായടച്ചത്? അതോ ദൈവമാണോ ദൂതന്മാരെ അയച്ച് വായടച്ചത്? നമ്മൾ തന്നെ പറയാറുണ്ട് വായടയ്ക്ക്. എന്നാൽ അത് കേട്ടുപോലും ആരും വായടയ്ക്കില്ല. വായടയ്ക്കെന്ന് പറഞ്ഞാൽ നീ ആദ്യം വായടയ്ക്കാൻ പറയും മറ്റുള്ളവർ. വായടയ്ക്കുവാൻ കഴിയുന്നവൻ ആരാണ്? സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ കഴിയുന്നത് സാധ്യമാണോ? സിംഹം ഗർജിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കൂട്ടിൽ കിടക്കുന്ന സിംഹമാണെങ്കിൽ അതിന് വളരെ വിശപ്പോടെ ആയിരിക്കും, ഭയങ്കര ആർത്തിയോടെ ആയിരിക്കും. അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ മണം അടിച്ച് അത് വളരെ ആർത്തിയോടെ അവന്റെ മേൽ ചാടി വീഴാനിടയാകും. എന്താണ്? അങ്ങനെയുള്ള സിംഹം നോക്ക്, രാത്രി മുഴുവൻ അത് ഫാസ്റ്റിംഗ് ആയിരുന്നു. രാത്രി മുഴുവൻ വായ അടച്ചുകൊണ്ട് അത് കിടക്കുകയായിരുന്നു. അതിൻ്റെ നാക്ക് പോലും അത് വെളിയിൽ ഇട്ടിട്ടില്ല. വായ അടച്ചുകൊണ്ട് സിംഹങ്ങൾ അവിടെ കിടക്കുന്നു. ദാനിയേൽ അവിടെ സുഖമായി കിടക്കുന്നു. ദാനിയേലിനെ നമസ്കരിച്ചുകൊണ്ട് അതും കടന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നും. നോക്കുക, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ പിശാചിന് തൊടുവാൻ കഴിയില്ല. സിംഹവും പിശാചിനെ സൂചിപ്പിക്കാറുണ്ട്. പൗലോസ് പറയുകയുണ്ടായി. എന്താണ് പറയുന്നത്? അവൻ എൻ്റെ പക്ഷത്തു നിന്ന്, സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിച്ചു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4:17 വായിക്കൂ. കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും. കർത്താവ് നമുക്ക് തുണ നിന്ന് നമ്മെ ബലപ്പെടുത്തിയാൽ സിംഹം അതിൻ്റെ വായടച്ചുകൊള്ളും. പൗലോസിനെ കാരാഗൃഹത്തിൽ അടച്ചാൽ ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ ഇരിക്കുന്ന പോലെയാണ് അവനത്. പൗലോസിനെ ഉപദ്രവിച്ചിട്ട് കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ
അവൻ ദുഃഖിച്ച് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഉള്ളത്. പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രവും പാട്ടുകളുമായി ആ രാത്രി അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ കാരാഗൃഹത്തിലൊരു അത്ഭുതം സംഭവിച്ചു. പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് ശക്തി ഭൂമിയിലേക്ക് കൊണ്ടുവരാനിടയാകും. നിന്റെ ജീവിതത്തിലൊരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ പാസ്റ്റർ തന്നെ വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല. നീ തന്നെ കൈകൾ ഉയർത്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കൂ. നീ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കുമ്പോൾ അതിനുവേണ്ടി നീ പ്രത്യേകിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇവിടെ സിംഹത്തിന്റെ ഗുഹയിൽ ദാനിയേൽ വീണ സമയത്ത് കർത്താവെ കാക്കണമേ, കർത്താവെ കാക്കണമേ, കർത്താവെ കാക്കണമേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കർത്താവെ കാക്കണമേ എന്നാണോ പ്രാർത്ഥന ചെയ്തത്? അങ്ങനെയല്ല ചെയ്ത്. അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് അപകടം ഉണ്ടാകുന്ന സമയത്ത് വിഷമിക്കേണ്ടതായ കാര്യം ഇല്ല. പ്രാർത്ഥനയാൽ നിന്റെ ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ അവന് ദൂതന്മാരുണ്ട്. പറഞ്ഞല്ലയോ, പ്രാർത്ഥന മൂലം സ്വർഗത്തിലെ ശക്തി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വീടിന് ചുറ്റും ദൈവദൂതന്മാരുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ദൂതന്മാരെ ഇറക്കി സിംഹങ്ങളുടെ വായ് അടച്ചു കളഞ്ഞു. അതുപോലെ ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ കാര്യം നോക്കൂ. 3:24. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. വേഗത്തിൽ എഴുന്നേറ്റ്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിൽ ഇട്ടത്? അവർ സത്യം തന്നെ രാജാവേ എന്ന് പറഞ്ഞു. അതിനു അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്നു കൽപ്പിച്ചു. നെബൂഖദ്നേസർ രാജാവ് എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൽ അടുത്തു ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോബേ, പുറത്തു വരുവിൻ. രാജാക്കന്മാർ പോലും എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു നോക്കൂ. ജീവനുള്ള ദൈവത്തിന്റെ ദാസനെ എന്ന് ദാനിയേലിനെ നോക്കി വിളിച്ചു. ഇവിടെ എന്താണ് പറയുന്നത്? മഹോന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ പുറത്തു വരുവിൻ എന്ന് കൽപ്പിച്ചപ്പോൾ ശദ്രക് മേശകും അബേദ്നെഗോവും വെളിയിലേക്ക് വന്നു. 28-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. നെബൂഖദ്നേസർ കൽപ്പിച്ചത് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് തന്നിൽ ആശ്രയിച്ചിരിക്കുന്ന ദാസന്മാരെ രക്ഷിച്ചു. നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മെ സഹായിക്കും. ഏലിയാവ് ഒരു വലിയ പ്രാർത്ഥന നടത്തി ആകാശത്ത് നിന്ന് യാഗപീഠത്തിലേക്ക് അഗ്നി ഇറങ്ങി യാഗവസ്തു ദഹിച്ചു. യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ഇസബേലിന്റെ ഭീഷണി കേട്ടിട്ട് ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിരാശപ്പെട്ടിട്ട് ഇനി മരിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത്, കരയുന്ന സമയത്ത് ദൈവം എന്തു ചെയ്തെന്നറിയാമോ? 1 രാജാക്കന്മാർ 19-ാം അധ്യായം 5-ാം വാക്യം വായിക്കൂ. അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി ഭയപ്പെട്ടിട്ട് തൻ്റെ പ്രശ്നമെല്ലാം ദൈവത്തോട് പറഞ്ഞിട്ട് അവസാനം പ്രാർത്ഥിച്ച് സുഖമായി കിടന്നുറങ്ങുകയാണ്. എന്താണ്? കിടന്നുറങ്ങിയപ്പോൾ ഇസബേൽ വന്ന് കൊന്നോ? ദൈവത്തോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. എന്ത് സംഭവിച്ചു? അപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവന് ഭക്ഷണം കൊടുക്കാനിടയായി. എഴുന്നേറ്റ് തിന്നിട്ട് വീണ്ടും സുഖമായി കിടന്നുറങ്ങി. എന്താണ് ചെയ്തത്? എന്താണ്? കഴിച്ചിട്ട് സുഖമായി കിടന്ന് ഉറങ്ങുകയാണോ? തൻ്റെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്നത് ദൈവത്തിന് സഹിക്കില്ല. പ്രാർത്ഥന ചെയ്യുന്ന ആളുകളെ ദൈവം സഹായിക്കാൻ ഇടയാകും. തൻ്റെ ദൂതന്മാരെ അയച്ച് അവരെ സഹായിക്കാൻ ഇടയാകും. അവൻ വീണ്ടും കിടന്നുറങ്ങുമ്പോൾ വീണ്ടും ദൂതനെ വിട്ടിട്ട് അവന് ഭക്ഷണം കൊടുത്തിട്ട് 7-ാം വാക്യം, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലത്താൽ 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ആരെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ 40 രാവും പകലും നടക്കാൻ കഴിയുമോ? എന്തൊരു ഭക്ഷണമാണിത്! സ്വർഗീയ ശക്തി ദൂതന്മാരെ അയച്ച് സിംഹത്തിന്റെ വായടയ്ക്കാനിടയായി. അതുപോലെ ദൂതനെ അയച്ച് ഭയങ്കരമായ അഗ്നിയിൽ വീണപ്പെട്ട സമയത്ത് തലമുടി പോലും കരിയാതെ
അവരുടെ വസ്ത്രത്തിൽ പോലും തീ തൊടാതെ ഒരു ആപത്തുമില്ലാതെ ശദ്രക് മേശക് അബേദ്നെഗോവിനെ അഗ്നിയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നു. തൻ്റെ ദാസൻ നിരാശപ്പെട്ട് ഭയത്തോടെ വിഷമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിലവിളിച്ചിട്ട് തളർന്ന് കിടന്നുറങ്ങുമ്പോൾ എഴുന്നേൽപ്പിച്ച് തൻ്റെ ദൂതനെ കൊണ്ട് ബലപ്പെടുത്തിയപ്പോൾ ആ ബലത്താൽ 40 രാവും 40 പകലും ദൈവത്തിൻ്റെ പർവ്വതം കയറുവാൻ തക്ക ശക്തിയെ കൊടുത്തു. പ്രാർത്ഥന ശക്തി ബലഹീനരെ ബലവാനാക്കുന്നതാണ്. കഴിവില്ലാത്തവരെ കൊണ്ട് അത്ഭുതം ചെയ്യിക്കുന്ന ശക്തിയാണ്. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മുടെ യേശു കർത്താവ് പ്രാർത്ഥിച്ച സമയത്ത് അവൻ സഹിക്കാതെ ഗത്സമന തോട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് എനിക്കറിയില്ല. ഇതെല്ലാം എന്തിനാണ് പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ യഥാർത്ഥമായി സ്വർഗത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇളകുവാനിടയാകും. സ്വർഗീയ ദൂതന്മാർ നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യും, നിങ്ങളുടെ ശത്രുക്കളെ ബന്ധിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുന്നതിനായി ദാസരായി ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ കാര്യങ്ങളെ നിവർത്തിക്കും. നാം മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പിശാചിന്റെ വായ്, സിംഹത്തിന്റെ വായ് അടയ്ക്കുവാൻ കഴിയും. നമ്മുടെ ചുറ്റും അഗ്നികുണ്ഡമുണ്ടെങ്കിലും, നമ്മുടെ ചുറ്റും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നിന്ന് ഒരു പ്രശ്നവുമില്ലാതെ, ഒരു ദുഃഖവുമില്ലാതെ നമുക്ക് വെളിയിലേക്ക് വരാൻ കഴിയും. നാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഒരുപക്ഷെ ഏലിയാവിനെ പോലെ എനിക്കിനി മരിച്ചാൽ മതിയെന്ന് നിരാശപ്പെട്ടായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, നമ്മുടെ ഭാരതത്തിലെ ഇന്നത്തെ അവസ്ഥ നാം നോക്കുകയാണെങ്കിൽ, പ്രപഞ്ചത്തിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥയെ നാം ഇന്ന് നോക്കുകയാണെങ്കിൽ, ഒരു വിശ്വാസിക്ക് യഥാർത്ഥമായ വിശ്വസ്തയോടെ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ കഴിയില്ല എന്ന് തോന്നുന്ന വിധത്തിലാണ് ചിലർക്ക് ഭയമുണ്ടാകാനിടയാകുന്നു. എന്നാൽ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, രാജ്യങ്ങളെ മാറ്റിയ ദൈവം, രാജാക്കന്മാരെ മാറ്റിയ ദൈവം, അന്യനായ ഒരു രാജാവ്, ദാനിയേലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് പറയാനിടയായി. ജീവനുള്ള ദൈവത്തിന്റെ ദാസ എന്ന് ബഹുമാനിക്കാനിടയായി. എന്താണ്? അന്യനായിരുന്ന മറ്റൊരു രാജാവ് മഹോന്നതനായ ദൈവത്തിന്റെ സേവകന്മാരെ, ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവമെന്ന് അവൻ തന്നെ പ്രസ്താവിക്കപ്പെടാനിടയായി. നിങ്ങൾ ആലോചിക്കുക, പ്രാർത്ഥന എത്ര വലിയ ശക്തിയാണ് കൊണ്ടുവരുന്നത്. പ്രാർത്ഥന ഏതെല്ലാം രീതിയിൽ കൂടി വ്യക്തിപരമായി നമ്മെ ബലപ്പെടുത്തുന്നു, കുടുംബമായി നമ്മളെ അനുഗ്രഹിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ദേശത്തിനും നാം നന്മയായി തീരും, നമ്മുടെ ലോകത്തിന് തന്നെ നാം അനുഗ്രഹമായി മാറും. പ്രാർത്ഥനയിൽ കൂടി അസാധ്യമായത് ഒന്നും ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കുക, പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ സഹായിക്കണമേ, നിന്റെ ദൂതനെ അയച്ച് എന്നെ ബലപ്പെടുത്തണമേ. കർത്താവേ, എങ്കിലേക്ക് നോക്കണമേ. സിംഹങ്ങളുടെ ഇടയിലായിരിക്കുന്നു, പിശാച് എന്നെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്, ദുരാത്മാക്കളുടെ നടുവിൽ ഞാൻ ആയിരിക്കുന്നു. ഒരു ഗർജിക്കുന്ന സിംഹം എന്ന പോലെ പിശാച് എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു, എന്നെ ഭയപ്പെടുത്തുകയാണ്, എന്നെ ഉപദ്രവിക്കാൻ വരുന്നു. ഈ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. കരങ്ങൾ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ശത്രുക്കളെ ജയിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ല. ദൈവമേ, ഈ ലോകത്ത് എനിക്ക് ജീവിക്കുവാൻ പോലും ആഗ്രഹമില്ലാതിരിക്കുന്നു. എന്നെ സൃഷ്ടിച്ച ദൈവമേ, എനിക്ക് വേണ്ടി പ്രാണൻ തന്ന ദൈവമേ, എന്നെ ആശ്വസിപ്പിക്കണമേ. ആപത്ത് കാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിനക്ക് ഉത്തരമരുളുമെന്ന് നീ പറഞ്ഞല്ലോ. എന്നെ സഹായിക്കണമേ പിതാവേ. എല്ലാ വ്യക്തികളും കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു പ്രാവശ്യം ഞങ്ങളെ ഒന്ന് നോക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങൾക്ക് അസാധ്യമായ വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. സ്വർഗത്തിൽ നിന്നും നിന്റെ ദൂതന്മാരെ അയച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്നതായ പോരാട്ടങ്ങളിൽ ജയം നൽകണമേ. ഞങ്ങളെ വിഴുങ്ങുവാൻ പരിശ്രമിക്കുന്ന പിശാചിന്റെ ശക്തികളുടെ വായ നീ അടയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തെ തകർത്തു കളയുവാൻ വേണ്ടി, ഞങ്ങളെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി ശ്രമിക്കുന്ന നരക ശക്തികളെ ബന്ധിക്കുമാറാകണമേ. ഞങ്ങൾക്ക് വിരോധമായി വരുന്ന സകല അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു കളയുകയാണ്.
നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ തൊടുന്നു എന്ന് ദൈവം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ വലിയ കാവലുണ്ടാകണമേ. നീ അറിയാതെ ഞങ്ങളുടെ തലമുടി പോലും കൊഴിയുവാനിടയാവുകയില്ല. പിശാചിന് ഞങ്ങളുടെ വസ്ത്രത്തിൽ പോലും തൊടുവാൻ കഴിയില്ല. പിശാച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ അവനെ തകർത്ത് ഓടിച്ചു കളയുവാനുള്ള പ്രാർത്ഥനാ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന് മഹത്വം കൊണ്ടുവരുന്നതായ പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണെന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ വെളിച്ചമായി ഉപ്പായി ജീവിച്ചിരിക്കുന്നതായ ക്രൈസ്തവർ, ഞങ്ങൾ വിശ്വസിക്കുന്നതായ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ സംസാരത്തിൽ കൂടിയല്ലാതെ പരിശുദ്ധാത്മാവിൽ കൂടി ഈ ലോകത്തിൽ മുഴുവൻ കാണുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ എല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇതാ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ തന്നെ നീ ഞങ്ങൾക്ക് വിടുതൽ തന്നുവെന്ന്, ഞങ്ങൾക്ക് മറുപടി തന്നുവെന്ന്, ഞങ്ങളെ ആശ്വസിപ്പിച്ചുവെന്ന്, ഞങ്ങൾക്ക് സമാധാനം തന്നുവെന്ന്, നീ ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റിയെന്ന്, ഞങ്ങളുടെ കണ്ണുനീരിനെ തുടച്ചെന്ന്, ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം തന്നുവെന്ന്, ഞങ്ങൾ ചോദിച്ചതിലും അത്യന്തം പരമായി ഞങ്ങൾക്ക് നൽകിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു പോകാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.